ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മലയാളം സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു കച്ചവടക്കാരൻ്റെ കഥയാണ്. ഈ കച്ചവടക്കാരൻ ഒരു ഗ്രാമത്തിലായിരുന്നു കച്ചവടം ചെയ്തിരുന്നത്. എല്ലാവരും ആ കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങും. അതുപോലെ തന്നെ ഗ്രാമത്തിലെ വല്ലവർക്കും വല്ല രോഗമോ ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമോ മറ്റോ ഉണ്ടെങ്കിൽ ഇയാളെ ചെന്നിട്ട് വല്ല പൈസയും കടം ചോദിച്ചാൽ കടം കൊടുക്കും. അങ്ങനെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കച്ചവടക്കാരനായിരുന്നു. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും ഇയാളെടുത്ത് ചെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഇയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സാധനം വാങ്ങിയ ആളുകളൊന്നും പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. ഇയാൾ ചിലപ്പോൾ ചിലരോടൊക്കെ ചോദിക്കും, ചിലർ കൊടുത്തെങ്കിലായി. അതേസമയം വേറെ ചിലർ ഇയാളെ കാണുമ്പോൾ മുങ്ങി നടക്കും, പൈസ കൊടുക്കൂല. ഈ പൈസ കൊടുക്കാൻ നിൽക്കുമ്പോൾ കടയിൽ സാധനം കൊണ്ടുപോയി വെക്കാനും പറ്റൂല. അങ്ങനെ ഇയാൾക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇയാളുടെ കടയിലെ കച്ചവടം പറ്റെ കുറഞ്ഞു. കടയിൽ സാധനം ഇല്ലാത്തതുകൊണ്ട് ആളുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കടകളിലേക്ക് പോകാൻ തുടങ്ങി. ഇയാളുടെ ജീവിതം ആകെ ഗതിമുട്ടി. കട പൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ കട പൂട്ടാൻ സമയത്ത് എല്ലാ സാധനങ്ങളൊക്കെ കൊടുത്ത് ഒഴിവാക്കിയപ്പോൾ ഒരു 15 കിലോ തൂക്കം വരുന്ന ഒരു ത്രാസ് മാത്രം ഇയാളുടെ അടുത്ത് ബാക്കിയുണ്ട്. സാധാരണ കടയിലൊക്കെ സാധനങ്ങൾ തൂക്കി കൊടുക്കുന്ന ത്രാസില്ലേ, ആ ത്രാസ് അത് മാത്രം. അത് ഇരുമ്പ് കൊണ്ടുള്ള ത്രാസായിരുന്നു. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഇങ്ങനെ കടത്തിൽ മൂടിയിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് നാട് വിടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇയാളൊരു കൂട്ടുകാരൻ ചെന്ന് കണ്ടു. കൂട്ടുകാരൻ്റെ അടുത്ത് ഈ ത്രാസ് കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ എങ്ങോട്ടേക്കെങ്കിലും നാട് വിട്ടു പോവുകയാണ്. കാരണം കടവും ബാധ്യതയും കൊണ്ട് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. നീ എന്ത് ചെയ്യണോ, പിന്നെ ഈ ത്രാസ് ഞാൻ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ത്രാസ് അവിടെ മേടിച്ചു വെച്ചു. ഈ കച്ചവടക്കാരൻ നാട് വിട്ട് പോയിട്ട് വേറൊരു ദ്വീപിലെത്തി. ആ ദ്വീപിൽ ചെന്നിട്ട് അവിടെ നോക്കുമ്പോൾ ഇയാൾക്ക് കുറച്ച് നിധിയൊക്കെ കിട്ടി, കുറച്ച് പൈസയൊക്കെ ആയി. അവിടെ ജോലിക്കൊക്കെ നിന്ന വകയിൽ വലിയൊരു സംഖ്യ ഇയാൾക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു. ഇയാൾ ഇതും എടുത്തുകൊണ്ട് ഇയാളുടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന ശേഷം ഇയാൾ നേരെ പോയത് പഴയ കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ്. കൂട്ടുകാരനോട് ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്നു, അത്യാവശ്യം സാമ്പത്തികവും ചുറ്റുപാടൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കൂട്ടുകാരനോട് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ വലിയ സന്തോഷത്തോടു കൂടി ഇയാളെ സ്വീകരിച്ചു. ഇയാൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇയാൾ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ അന്ന് പോകുമ്പോൾ എൻ്റെ അടുത്തൊരു ത്രാസ് ഏൽപ്പിച്ചിരുന്നല്ലോ, ആ ത്രാസ് എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, അയ്യോ, ആ ത്രാസ് ഞാനിവിടെ ഇങ്ങനെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. അത് എലി തേച്ച് തിന്നു കളഞ്ഞു. കുറേ എലികളുണ്ടായിരുന്നു ഇവിടെ. ആ എലികൾ ത്രാസ് തിന്നു കളഞ്ഞു. അപ്പം ഇയാൾ ആകെ മനസ്സിലായി. കാരണം എലികൾ ഇരുമ്പൊന്നും കാർന്ന് തിന്നാൻ പറ്റുന്ന എലി ഉണ്ടാവുമോ? അപ്പോൾ അത് ചതിയാണ്, ഇയാൾ തട്ടിപ്പ് പറഞ്ഞതാണെന്ന് നമ്മളെ കച്ചവടക്കാരന് മനസ്സിലായി. കച്ചവടക്കാരൻ പറഞ്ഞു, ഏതായാലും പോയല്ലോ, സാരമില്ല, ഞാൻ എന്തായാലും ഇന്ന് നിൻ്റെ കൂട്ടത്തിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞു, ആയിക്കോട്ടെ, അതിനെന്താ, ഇവിടെ നിൽക്കാം. അങ്ങനെ രാത്രിയായി. പിറ്റേന്ന് രാവിലെ ഇയാൾ കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്കൊന്ന് പുഴയിൽ പോയിട്ടൊന്ന് കുളിക്കണം. അതിന് പുഴയിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിൻ്റെ മകനെ ഒന്ന് എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, ഓ, അതിനെന്താ കുഴപ്പം, വിടാ, മോനെ വിളിച്ചിട്ട് 10-12 വയസ്സുള്ളൊരു മോനുണ്ട്,
ആ കൂട്ടുകാരൻ അയാൾ മോനോട് പറഞ്ഞു ഇയാൾക്കൊന്ന് പുഴയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പുഴയിലേക്ക് കൂട്ടുകാരനും മോനെയും കൂട്ടിയിട്ട് ഇയാൾ പോയി. പോകുന്ന വഴിക്ക് ഒരു ഗുഹ കണ്ടു. ഇയാൾ മോനെ പിടിച്ചിട്ട് ആ ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് പാറ കൊണ്ട് അടച്ചു. അങ്ങനെ ഇയാൾ കുളിയും കഴിഞ്ഞ് കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. കൂട്ടുകാരനോട് പറഞ്ഞു, അയ്യോ കൂട്ടുകാരാ, നിൻ്റെ മോനെ ഞാനും കൂടി കുളിയും കഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ ഒരു പരുന്ത് വന്നിട്ട് മോനെ എടുത്തുകൊണ്ട് പാറിപ്പോയി. എൻ്റെ മോനെ പരുന്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു, നീ ശുദ്ധ നുണയാ പറയുന്നത്, ഞാൻ വിടൂല. ആകെ പ്രശ്നമായി. ഒടുവിൽ രണ്ടുപേരും കൂടിയിട്ട് ഗ്രാമത്തലവൻ്റെ അടുക്കൽ പോയിട്ട് പരാതി പറഞ്ഞു. അപ്പം ഗ്രാമത്തലവൻ ഇത് കേട്ടപ്പം വിശ്വസിക്കാൻ തോന്നിയില്ല. കാരണം എന്താ, ഒരു പരുന്ത് വന്നിട്ട് 12 വയസ്സുള്ളൊരു പയ്യനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, കച്ചവടക്കാരൻ പറഞ്ഞു, ഈ 15 കിലോ തൂക്കമുള്ള ത്രാസ്, ഇരുമ്പിൻ്റെ ത്രാസ് എലികൾ കാർന്ന് തിന്നുന്ന നാട്ടിൽ അതും അതിലപ്പുറവും സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഗ്രാമത്തലവൻ ചോദിച്ചു, എന്താണ് സത്യത്തിൽ നടന്നതെന്ന് ചോദിച്ചു. ഇവരുള്ള രണ്ടുപേരുടെ കഥയൊക്കെ പറഞ്ഞു. അപ്പം ഗ്രാമത്തലവന് മനസ്സിലായി, കച്ചവടക്കാരൻ അവൻ്റെ ത്രാസ് ഈ കൂട്ടുകാരനെ ഏൽപ്പിച്ചു. കൂട്ടുകാരനെ ചതിച്ചത് കൊണ്ട് ഇയാൾ തിരിച്ച് കൂട്ടുകാരന് പണി കൊടുത്തതാണെന്ന് ആർക്ക് മനസ്സിലായി? ഗ്രാമത്തലവന് മനസ്സിലായി. ഗ്രാമത്തലവൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു, നിൻ്റെ മോനെ എനിക്ക് കിട്ടുന്ന ഒറ്റ വഴിയേ ഉള്ളൂ, നീ ആ ത്രാസ് ഇയാൾക്ക് കൊടുക്കുക, അപ്പോൾ മോനെ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ഇയാൾ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. കൂട്ടുകാരനോടും തന്നെ എന്ത് ചെയ്തേ, ആ ത്രാസ് ഇയാൾക്ക് കൊടുത്തു. ഇയാളോട് മാപ്പ് പറഞ്ഞു. അപ്പം തന്നെ ഇയാൾ കൂട്ടിക്കൊണ്ടുപോയി ഇയാളെ മോനെയും കാണിച്ചു കൊടുത്തു. മോനെ ഇയാൾ രക്ഷപ്പെടുത്തി. അതിന് ശേഷം പിന്നെ ഇവർ നല്ല സുഹൃത്തുക്കളായി തന്നെ ബാക്കിയുള്ള കാലം സന്തോഷത്തോടെ ജീവിച്ചു. ഇതാണ് കഥ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.